പട്ടാമ്പിയിൽ പുതിയ വലിയ ഇമ്മാനുവൽ സിൽക്സ് ഉദ്ഘാടനം ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാവിലെ 10:30 ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ നിന്ന് കള്ളാടിപ്പറ്റയിലേക്കുള്ള റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങൾ ഏറെയായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 5 വർഷത്തിലധികമായി അറ്റകുറ്റപ്പണി പോലും നടത്താതെ റോഡിനിരുവശവും പൊന്തക്കാടുകൾ നിറഞ്ഞും അഴുക്കുചാൽ ഇല്ലാതെയും റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞും മഴക്കാലമായാൽ വെള്ളക്കെട്ടുമായും ദുരിതത്തിലാണ് ഈ പാതയിലൂടെയുള്ള യാത്ര. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ നിന്ന് കള്ളാടിപ്പറ്റയിലേക്കുള്ള റോഡാണ് വർഷങ്ങളായി തകർന്ന യാത്രായോഗ്യമല്ലാതായിരിക്കുന്നത്. മരുതൂർ, ചൂരക്കോട്, വാടാനാംകുറിശി, കൊട്ടത്തറ ഭാഗങ്ങളിൽ നിന്നൊക്കെ പോക്കുപടിയിലേക്ക് എത്താവുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. പോക്കുപടി മുതൽ 1.5 കിലോമീറ്ററോളം റോഡ് പാടെ തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും വാഹനയാത്രക്കാരും ഇതിലൂടെ ദുരിതയാത്ര നടത്തേണ്ട അവസ്ഥയിലാണ്. തകർന്ന ഭാഗങ്ങളിൽ വാഹനാപകടങ്ങളും പതിവാണ്. ഓട്ടോറിക്ഷയ്ക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കുമാണ് കൂടുതൽ ദുരിതം. ഞങ്ങളിപ്പോൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ കുറിച്ചിട്ട് മെമ്പറടുത്തും പഞ്ചായത്തിലും MLAക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ വെള്ളക്കെട്ട് കാണുന്നത് ഇതിലൂടെ ചാല് പോയിണ്ടായിരുന്നു. ആ ചാല് പോയിട്ട് ഈ പാടത്തേക്കാണ് ഇറങ്ങിയത്. അപ്പം അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സൈഡ് കെട്ടിയിരിക്കണു പക്ഷേ ഈ വെള്ളം പോകാനുള്ളൊരു സംവിധാനം അവർ ചെയ്തിട്ടില്ല. ആ വെള്ളമാണ് ഇപ്പോൾ നേരെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ വണ്ടിയിട്ട് പോണച്ച് ദുരിതയാത്രയാണ്. അപ്പം അത് കണ്ടിട്ടാണ് കുട്ടികൾ നമുക്കൊരു സൈഡിൽ കൂടെ നടന്നു പോകാനുള്ളൊരു ഗ്യാപ്പും കൂടി ഇല്ല. ഇപ്പം ഞങ്ങളിപ്പോൾ പിരിവെടുത്തിട്ട് പൊന്ത വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊന്ത വെട്ടിയ കാരണം ഇപ്പോൾ ചെറിയൊരു നടക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട്. അരച്ചൊരു കുട്ടികൾക്ക് പോലും നടക്കാനുള്ള ഗ്യാപ്പില്ല. വണ്ടിയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചാടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ നേരെ മുന്നിലേക്കാണ് വരിക. എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുടിവെള്ള പൈപ്പ് ഇടാൻ വേണ്ടി റോഡ് പൊളിച്ചത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. റോഡിനിരുവശവും പൊന്തക്കാടുകൾ നിറഞ്ഞ് ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പ്രദേശത്തെ LP സ്കൂളിലേക്കും മദ്രസയിലേക്കും ഹെൽത്ത് സെൻ്ററിലേക്കുമൊക്കെ എത്തുന്ന ജനങ്ങൾക്ക് റോഡരികിലെ പൊന്തക്കാടുകൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊന്തക്കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നത്. റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ചേട്ടാ, ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഒരു വണ്ടിക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു വണ്ടി ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. ആകെ ചളിയും വെള്ളമായിട്ട് കുറയ്ക്കണമെന്നുള്ളതാണ് അവസ്ഥയാണ്. ഒരു വണ്ടി വരുമ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറി കൊടുക്കാനോ വണ്ടിക്ക് സൈഡ് കൊടുക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു മുൻഗണന എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാലം കുറേ ആയിരുന്നു കിടക്കൽ തുടങ്ങിയിട്ട്. അതിപ്പോൾ പൈപ്പ് ലൈനിൻ്റെ പണി തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത്രയും കണ്ടീഷനായത്. അവർ ആ മണ്ണ് കോരി ആ സൈഡിലേക്ക് ഇട്ട് സൈഡ് വെള്ളം ഉയർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ വണ്ടിക്ക് പോകാനുള്ള, ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. അതിൽ വേറെ വണ്ടി വന്നാൽ മാറി നിൽക്കാനോ ഒന്ന് കയറി നിൽക്കാനോ ഒന്നിനും സൗകര്യമില്ല. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. സ്കൂളുകളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പിന്നെ പട്ടി നായക്കളും പാമ്പിൻ്റെ ഒക്കെ ശല്യം ഭയങ്കര. ഈ പൊന്ത പിടിച്ച് കിടന്ന് ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുമോ? കുട്ടികൾക്ക് ഇത് ഹെൽത്ത് സെൻ്ററാണ്, അവിടെ സ്കൂളുണ്ട്. പിന്നെ കുറച്ചുകൊണ്ട് പോയാൽ പള്ളി മദ്രസയൊക്കെ ഉണ്ട്. ആ സ്കൂളിൻ്റെ അപ്പം തന്നെ പള്ളി മദ്രസയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം, അതാണ് ഇത് പറയാനുള്ളത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.